സോ അടുത്ത ഓപ്പറേഷൻ ആണ് ടെൻസർ പ്രൊഡക്റ്റ് ഓർ ക്രോനെക്കർ പ്രൊഡക്റ്റ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? G1 ഒരു ക്രോസ് പ്രൊഡക്റ്റിന്റെ ഒരു റൗണ്ട് ഇട്ടിട്ട് G2 G1 ടെൻസർ പ്രൊഡക്റ്റ് G2 എന്ന് വായിക്കാം, അല്ലെങ്കിൽ G1 ക്രോനെക്കർ പ്രൊഡക്റ്റ് G2 എന്ന് വായിക്കാം. അപ്പോൾ ഈ ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് ടു സിമ്പിൾ ഗ്രാഫ്സ് G1 ആൻഡ് G2 ഈസ് ദ ഗ്രാഫ് വിത്ത് വെർട്ടെക്സ് സെറ്റ് V1 ക്രോസ് V2. ഇവിടെ എന്താണ് വെർട്ടെക്സ് സെറ്റ് വരുന്നത് V1 ക്രോസ് V2 തന്നെയാണ്. Where U1, U2 and V1, V2 are adjacent in G1 tensor product G2 if and only if എന്താണ് കണ്ടീഷൻ? U1 is adjacent to V1 in G1 and U2 is adjacent to V2 in G2. എന്താണ് ടെൻസർ പ്രൊഡക്റ്റിൽ രണ്ട് V1 ക്രോസ് V2 ആണ് ടെൻസർ പ്രൊഡക്റ്റിന്റെ വെർട്ടെക്സ് സെറ്റ് ആയിട്ട് വരുന്നത്. ഈ V1 ക്രോസ് V2 രണ്ട് എലമെന്റുകൾ അഡ്ജസന്റ് ആവണമെങ്കിൽ എന്താവണം? അതിലെ ഫസ്റ്റ് പെയർ U1 is adjacent to V1 in G1 ആവും വേണം, U2 is adjacent to V2 in G2 ആവും വേണം. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ എക്സാമ്പിൾ G1 G2 സെയിം എക്സാമ്പിൾ തന്നെ എടുക്കുക. ഇവിടെ അപ്പൊ രണ്ട് എലമെന്റ് എങ്ങനെയാ നോക്കുക? ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. എന്ത് വേണം? ഈ രണ്ട് എലമെന്റുകൾ തമ്മിൽ അഡ്ജസന്റ് ആവോ? ഇല്ല. കാരണം എന്താ? U1 is adjacent to എന്താവണം? U1 is adjacent to V1 ആവണം അല്ലെ? ഫസ്റ്റ് രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ U1 is adjacent to V1 ആവണം. ഇവിടെ എവിടെയും സെൽഫ് ലൂപ്പ് ഇല്ലാത്തതുകൊണ്ട് U1 ഒരിക്കലും എന്താവില്ല, അതിനോട് തന്നെ അഡ്ജസന്റ് ആവില്ല. അപ്പൊ എന്തുണ്ടാവില്ല? ഈ ഒരു ഇത് തമ്മിൽ എഡ്ജുകൾ ഉണ്ടാവില്ല. U1 V1ഉം U1 V2ഉം തമ്മിൽ എഡ്ജ് ഉണ്ടാവില്ല. U1 V1ഉം U1 V3ഉം തമ്മിൽ എഡ്ജുകൾ ഉണ്ടാവില്ല. അതുപോലെ U1 V1ഉം U1 V4ഉം തമ്മിൽ എഡ്ജുകൾ ഉണ്ടാവില്ല. അതുപോലെ എന്തുണ്ടാവില്ല? U1 V1ഉം U2 V1ഉം U2 V2ഉം തമ്മിൽ എഡ്ജുകൾ ഉണ്ടാവില്ല. ഇതുപോലെ ഇത് തമ്മിലും പരസ്പരം എഡ്ജുകൾ ഉണ്ടാവില്ല. കാരണം എന്താ? ഇവിടെ എഡ്ജുകൾ വേണമെങ്കിൽ അത് തമ്മിൽ അഡ്ജസന്റ് ആവണം. അതുപോലെ തന്നെ V1 V1 V2 V2 V3 V3 V4 V4 ഇതുപോലെയുള്ള എഡ്ജുകൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്ത് നോക്കിയാൽ മതി? ഈ U1 V1 പോസിബിൾ ആയിട്ടുള്ളത് എവിടേക്കേ ഈ മൂന്നെണ്ണത്തിലേക്ക് എഡ്ജുകൾ പോസിബിൾ ആയിട്ട് വരുള്ളൂ. ഇനി അത് ഈക്വൽ ആണോ നോക്കി, അത് എഡ്ജുകൾ ഉണ്ടോ നോക്കിയാൽ മതി. U1 U2 അല്ലെ? ഫസ്റ്റത്തെ രണ്ടെണ്ണം ഇവിടെ U1 ആണ്, ഇവിടെ U2 ആണ്. അത് അഡ്ജസന്റ് ആണ്. G1 U1 U2 അഡ്ജസന്റ് ആണ്. ഇനി V1 V2 അല്ലെ? V1 V2 അഡ്ജസന്റ് ആണ്. അതുകൊണ്ട് എന്താണ് ഇവിടെ നിന്നിട്ട് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു എഡ്ജ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ V1ഉം V3ഉം U1 U2 അഡ്ജസന്റ് ആണ്. V1ഉം V3ഉം അഡ്ജസന്റ് ആണോ നോക്കുക. V1 V3 അഡ്ജസന്റ് അല്ല. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാവില്ല. അതുപോലെ V1 V4 അഡ്ജസന്റ് ആണോ നോക്കുക. V1 V4ഉം അഡ്ജസന്റ് അല്ല. അപ്പൊ എന്താണ്? ഈ ഒരു വെർട്ടെക്സ് ആകെ എന്തേ ഉണ്ടാവുള്ളൂ? ഒരു സിംഗിൾ എഡ്ജ് മാത്രമേ ഇവിടേക്ക് ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത വെർട്ടെക്സ് കൺസിഡർ ചെയ്യുക, U1 V2. ഇവിടുന്ന് എവിടേക്കൊക്കെ എഡ്ജുകൾ പോസിബിൾ ആണ് അല്ലെ? ഈ 1 2 3 ഈ മൂന്നെണ്ണത്തിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ V2 V1 അഡ്ജസന്റ് ആണ് അല്ലെ? V2ഉം V1ഉം തമ്മിൽ അഡ്ജസന്റ് ആണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു എഡ്ജ് ഉണ്ടാവും. V2ഉം V3ഉം തമ്മിൽ അഡ്ജസന്റ് ആണ്. V2 V3 തമ്മിൽ അഡ്ജസന്റ് ആണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു എഡ്ജ് ഉണ്ടാവും. V2 അല്ലെ? ഇനി ഏതാ ബാക്കിയുള്ളത്? V2 V4. V2 V4ഉം തമ്മിൽ അഡ്ജസന്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടേക്കും എഡ്ജ്, മൂന്ന് എഡ്ജുകൾ ഉണ്ടാവും. ഇനി U1 V3 എന്ന് പറയുന്ന വെർട്ടെക്സ് കൺസിഡർ ചെയ്യാം. അപ്പൊ U1 V3യിൽ നിന്ന് U2 V1ലേക്ക്, V3ഉം V1ഉം അഡ്ജസന്റ് അല്ല. അതുകൊണ്ട് എന്താണ്? ഇവിടുന്ന് U2 V1ലേക്ക് എഡ്ജ് ഉണ്ടാവില്ല. ഇനി U2 V2ലേക്ക് അല്ലെ? V3ഉം V2ഉം അഡ്ജസന്റ് ആയതുകൊണ്ട് എന്താണ്? ഇവിടുന്ന് ഇതിലേക്ക് ഒരു എഡ്ജ് വരും. ഇനി V3ഉം V4ഉം എന്തല്ല? അഡ്ജസന്റ് അല്ല. അപ്പൊ ഈ ഒരു വെർട്ടെക്സ് U1 V3 എന്ന് പറഞ്ഞ വെർട്ടെക്സിന് ഒരൊറ്റ എഡ്ജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി U1 V4 കൺസിഡർ ചെയ്യുക. U1 V4 എവിടേക്കൊക്കെ ഉണ്ടാവും? V4 ആകെ എന്തിനോടെ അഡ്ജസന്റ് ഉള്ളൂ? V2നോട് മാത്രമേ അഡ്ജസന്റ് ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാത്രം ഒരു എഡ്ജ് ഉണ്ടാവും. അപ്പൊ ഇതാണ് എന്ത് വരിക? V1 G1 ടെൻസർ പ്രൊഡക്റ്റ് G2 എന്ന് പറയുന്ന ഗ്രാഫ് വരിക. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ വളരെ ഇതുവരെ പഠിച്ചാൽ ഗ്രാഫ് ഓപ്പറേഷനിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. രണ്ട് അഡ്ജസന്റ് ആവണമെങ്കിൽ U1 ഈസ് അഡ്ജസന്റ് ടു V1 ഇൻ G1 ആവണം, U2 ഈസ് അഡ്ജസന്റ് ടു V2 ഇൻ G2 ആവും വേണം. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കുക. ഈ ഒരു G1 G2 അല്ലാത്ത രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സിമ്പിൾ ഗ്രാഫുകൾ എടുക്കുക. അത് തമ്മിലുള്ള ടെൻസർ പ്രൊഡക്റ്റും കൂടെ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കുക. ഇനി അടുത്തൊരു ഓപ്പറേഷൻ ആണ് kth പവർ. നമ്മൾ ഡിനോട്ട് ചെയ്യുക GK. G എന്ന് പറയുന്ന ഗ്രാഫിന്റെ
kth പവർ gk എന്ന് പറയുന്നത്. The kth പവർ gk of g has vertex set v of g എന്ന് പറഞ്ഞാൽ എന്താ? ജിന്റെ വെർട്ടെക്സ് സെറ്റ് എന്താണോ അത് തന്നെയാണ് ജി പവർ കെന്റെയും വെർട്ടെക്സ് സെറ്റ്. വെർട്ടെക്സ് സെറ്റിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ എന്തിനാണ് മാറ്റം ഉണ്ടാവുക? അതിന്റെ എഡ്ജുകൾ തമ്മിൽ. അതെങ്ങനെയാ നോക്കുക? u and v are adjacent in g power k whenever degree of uv in g is less than or equal to k. എന്താണ്? kth പവർ ആണല്ലോ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഡിഗ്രി ഓഫ് യു വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണെങ്കിൽ അത് തമ്മിൽ എന്താണ്? ഒരു എഡ്ജ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ എടുക്കുക. ഈ ഒരു ഗ്രാഫ് എടുക്കുക, ജി എന്ന് പറയുന്ന ഗ്രാഫ്. ഇതിന്റെ എത്ര വെർട്ടെക്സ് ഉണ്ട്? 6 വെർട്ടെക്സുകളുടെ ഗ്രാഫ്. അപ്പൊ ഇതിന്റെ എന്താവും? നമ്മൾ ജി പവർ 2 ജി സ്ക്വയർ കണ്ടു നോക്കുക. ജി സ്ക്വയറിലും എന്താണ് അല്ലെ? ജി സ്ക്വയറിലും ഇതേപോലെ 6 വെർട്ടെക്സുകളാണ് ഉണ്ടാവുക. ജി സ്ക്വയറിലും സെയിം ആയിട്ട് 1 2 3 4 5 6 6 വെർട്ടെക്സുകൾ ഉണ്ടാവും. ഇനി ഈ വെർട്ടെക്സ് അഡ്ജസന്റ് ആവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഡിഗ്രി ഓഫ് യു വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആയിട്ട് നമ്മൾ എന്താ എടുത്തത്? ജി സ്ക്വയർ 2 ആണ് എടുത്തത് അല്ലെ? അപ്പൊ ഇനി ഇവിടുത്തെ ആദ്യത്തെ വെർട്ടെക്സ് കൺസിഡർ ചെയ്യും. ഈ ഒരു വെർട്ടെക്സ് ജി സ്ക്വയറിൽ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഏതിൽക്കൊക്കെ ഉണ്ടാവും? ഡിഗ്രി 2 ആയിട്ടുള്ള എല്ലാ വെർട്ടെക്സിലേക്കും എഡ്ജുകൾ ഉണ്ടാവും അല്ലെ? എന്നാൽ ഈ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ 2 എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ പാത്ത് അല്ലെ? 2 ലെങ്ത് ഉള്ള ഒരു പാത്ത് കിട്ടണം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന വെർട്ടെക്സ് ഇതാണ്. ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് എവിടേക്കൊക്കെ എഡ്ജ് ഉണ്ട് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. എവിടേക്കൊക്കെ എഡ്ജ് വരും? പെർമനന്റ് ആയിട്ടുള്ള എഡ്ജുകൾ ഈ ഒരു വെർട്ടെക്സിലേക്ക് വരും അല്ലെ? കാരണം എന്താ? ഇവിടേക്കുള്ള ഡിഗ്രി എത്രയാണ്? പാത്ത് എത്രയാണ്? ഇതിന്റെ യു വി ലെങ്ത്, അതാണല്ലോ ഡി ജി ഓഫ് യു വി എന്ന് പറയുന്നത്. ഡിഗ്രി അല്ല, ഡി ജി ഓഫ് യു വി നമ്മൾ എന്താണ് ഡിനോട്ട് ചെയ്തത്? യു എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് വി എന്ന് പറയുന്ന വെർട്ടെക്സിലേക്കുള്ള ലെങ്ത്, ആ ഒരു പാത്തിന്റെ ലെങ്തിനെയാണ് നമ്മൾ ഡി ജി ഓഫ് യു വി എന്ന് ഡിനോട്ട് ചെയ്യുക. അത് എത്രയാണ്? 1 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണല്ലോ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു എഡ്ജ് വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു എഡ്ജ് വരുന്നുണ്ട്. ഇനി ഈ ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്ത് നോക്കൂ. ഇവിടേക്കുള്ള പാത്ത് എന്താ വരിക? 1 2 അല്ലെ? ഈ ലെങ്ത് എത്രയാണ് വരുന്നത്? 2 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു എഡ്ജ് വരുന്നുണ്ട്. ഇവിടേക്കുള്ള പാത്തോ ഈ വഴിയിൽ പോയാലും ഈ വഴിയിൽ പോയാലും എന്താണ്? പാത്തിന്റെ ലെങ്ത് 3 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ല. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്തുണ്ടാവില്ല? എഡ്ജ് ഉണ്ടാവില്ല. ഇനി അതുപോലെ ഇവിടേക്ക് എഡ്ജ് ഉണ്ടാവും. നോക്കൂ, ഇവിടേക്കുള്ള പാത്തിന്റെ ലെങ്ത് എത്രയാണ്? 1 2 അല്ലെ? 2 അല്ലേ പാത്തിന്റെ ലെങ്ത് വരിക? കാരണം എന്താ? ഇതിലെ വന്നു കഴിഞ്ഞാൽ 1 2 3 4 വരുന്നുണ്ട്. പക്ഷെ പാത്ത് എപ്പോഴും എന്താണ്? സ്മോളസ്റ്റ് നമ്പറിനെയാണ് നമ്മൾ ആ പാത്തിന്റെ ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2 ആണ് വരുന്നത്. അപ്പോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു എഡ്ജ് വരും. അതുപോലെ ഇങ്ങോട്ടേക്കും വരും. ഇനി ഈ ഒരു വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലോ ഇങ്ങോട്ടേക്ക് ഒരു എഡ്ജ് വരും, ഇങ്ങോട്ടേക്ക് ഒരു എഡ്ജ് വരും. കാരണം ഇവിടുന്ന് 2 ആണല്ലോ പാത്ത്. ഇവിടേക്കും വരും, ഇങ്ങോട്ടേക്കും വരും. ഈ ഒരു വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലോ ഇങ്ങോട്ടേക്ക് 1 ആണ്, ഇങ്ങോട്ടേക്ക് 2 ആണ്. അതുപോലെ ഇങ്ങോട്ടേക്ക് ഒരു ഇത് വരും, ഇങ്ങോട്ടേക്കും വരും അല്ലെ? ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും 1 2 3 വരണം. അപ്പൊ അത് ഉണ്ടാവില്ല. ഇനി ഈ ഒരു എഡ്ജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് വരും, ഇവിടേക്ക് വരും. ഈ ഒരു വെർട്ടെക്സ് ഇതിലേക്കും വരും, ഇതിലേക്കും വരും. ഇനി ഈ ഒരു വെർട്ടെക്സോ ഇവിടേക്ക് 1 ആണ് ലെങ്ത്, ഇവിടേക്ക് 2 ആണ്. അതുപോലെ ഇവിടേക്കും വരും, ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്കും വരും. ഇതാണ് എന്ത് വരിക? ജി സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫ് വരിക. ജി സ്ക്വയർ. അപ്പൊ അതേപോലെ വേറൊരു ഗ്രാഫ്, ഇതല്ലാത്തൊരു ഗ്രാഫ് എടുക്കുക, അതിന്റെ സ്ക്വയർ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വരച്ച് നോക്കുക. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂൾ ഉള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം.